ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SJFും SRTFും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് അറിയാം SJF ഇസ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആൻഡ് SRTF ദാറ്റ് ഇസ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. SJF എന്ന് പറയുമ്പോൾ ഒരു നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രീ എംപ്റ്റീവ് വേർഷൻ ഓഫ് SJF എന്ന് പറയും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, non-preemptive means what? SJF is non-preemptive. SJF is non-preemptive. Non-preemptive എന്ന് പറയാൻ കാരണം എന്താണ്? Non-preemptive means once ഒരു പ്രോസസ്സിന് CPU-ലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആ പ്രോസസ്സ് ആ CPU-ന്ന് ലീവ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് SJF അൽഗോരിതത്തിൻ്റെ ഗാൺ ചാർട്ടാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. SJF ഇവിടെ പ്രോസസ്സ് സീറോ അറൈവൽ ടൈമിൽ പ്രോസസ്സ് P4 എത്തി അല്ലേ? സീറോ അറൈവൽ ടൈമിൽ പ്രോസസ്സ് P4 എത്തി. P4ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 3 മില്ലി സെക്കൻഡ് ആകുന്നത് വരെ. ബട്ട് 3 മില്ലി സെക്കൻഡിനുള്ളിൽ ഇതാണ്ട് ഈ P1 വന്നു, P3 വന്നു. 1 മില്ലി സെക്കൻഡ് P3 വന്നു, 2 മില്ലി സെക്കൻഡ് P2 2 മില്ലി സെക്കൻഡിൽ P1 വന്നു. ഓക്കെ, എന്നാൽ പോലും P4 എന്ത് ചെയ്തു? അതിൻ്റെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ആകുന്നത് വരെ CPU-നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ബട്ട് SRTF ഇസ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ബേസ്റ്റ് ടൈം, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈമിനെക്കാട്ട് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? CPU-നെ റിലീസ് ചെയ്യും. അതാണ് നോൺ പ്രിഎംപ്റ്റീവ് വേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ SRTF. അപ്പോൾ അതിൻ്റെ ഈ ഗാൺ ചാർട്ട് നോക്കിക്കേ. ഇപ്പോൾ 0 മില്ലി സെക്കൻഡിൽ P4 എത്തി. അപ്പോൾ നിങ്ങൾ പറയില്ലേ SJFും SRTFും ഇവിടെ ഗാൺ ചാർട്ട് സിമിലർ അല്ലേ എന്ന്? യെസ്, ഈ ഫസ്റ്റ് P4ൻ്റെ കേസിൽ സെയിം തന്നെയാണ്. കാരണം 0 മില്ലി സെക്കൻഡിലാണ് P4 എത്തുന്നത്, ഇവിടെയും 0 മില്ലി സെക്കൻഡാണ് P4 എത്തുന്നത്. അങ്ങനെ കാരണം ഇവിടെ എന്താണ് വിട്ടുകൊടുക്കാത്തത്? കാരണം 3 മില്ലി സെക്കൻഡിനുള്ളിൽ ആകെ ഏത് പ്രോസസ്സൊക്കെയാണ് വന്നത്? 3 മില്ലി സെക്കൻഡിനുള്ളിൽ വന്ന് P3യും P1 ആണ്. അതിൻ്റെ ബേസ്റ്റ് ടൈം നോക്കിക്കേ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 3 മില്ലി സെക്കൻഡിനുള്ളിൽ ഏതൊക്കെ പ്രോസസ്സ് വന്നു? 1 മില്ലി സെക്കൻഡ് ആയപ്പോൾ P3 വന്നു. ഓക്കെ, 1 മില്ലി സെക്കൻഡ് ആയപ്പോൾ P3 വന്നു. ദെൻ 2 മില്ലി സെക്കൻഡ് ആയപ്പോൾ P1 വന്നു. അതിൻ്റെ ബേസ്റ്റ് ടൈം നോക്കിക്കേ. P3യുടെ ബേസ്റ്റ് ടൈം 8ഉം P1ൻ്റെ ബേസ്റ്റ് ടൈം 6. P4ൻ്റെ ബേസ്റ്റ് ടൈമോ 3. ആസ് കമ്പയർഡ് ടു അതർ പ്രോസസ്സ് എന്താണ്? ചെറുതല്ലേ P4ൻ്റെത്. അതുകൊണ്ട് അയാൾ ഫുള്ളും എക്സിക്യൂട്ട് ചെയ്ത്. അതുകൊണ്ടാണ് ഇവിടെ 3 മില്ലി സെക്കൻഡ് അയാൾ എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പം അടുത്ത കേസ് നോക്കിക്കേ. 3 മില്ലി സെക്കൻഡ് ആയപ്പം SJFൻ്റെ കേസ് നോക്കി. 3 മില്ലി സെക്കൻഡ് ആയപ്പോൾ ഈ 3 മില്ലി സെക്കൻഡിനുള്ളിൽ ഈ രണ്ട് പ്രോസസ്സും വന്നു അല്ലേ? P1ഉം P3യും ഈ രണ്ട് പ്രോസസ്സും വന്നു. P1ഉം ഈ 3 മില്ലി സെക്കൻഡിനുള്ളിൽ വന്നത് P1ഉം P3 ആണ്. അവരുടെ ബേസ്റ്റ് ടൈം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വിച്ച് ഇസ് സ്മോളർ, 6 or 8? യെസ്, 6 ആണ് സ്മോളർ. അതുകൊണ്ട് P1 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് P1 എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ 6 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്ക് എക്സിക്യൂട്ട് ചെയ്ത് P1 9 മില്ലി സെക്കൻഡ് ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, SRTF നോക്കിക്കേ. 3 മില്ലി സെക്കൻഡിന് P1 വന്നു. പക്ഷേ P1 വന്നു, അയാൾ 1 മില്ലി സെക്കൻഡായി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 4 മില്ലി സെക്കൻഡ് ആര് വന്നു? ഇവിടെ P5 വന്നു. ഓക്കെ, P1 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 മില്ലി സെക്കൻഡ് ആയപ്പോൾ ആര് വന്നു? P4 വന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? 4 മില്ലി സെക്കൻഡ് ആയപ്പോൾ ആര് വന്നു? P5 വന്നു. ഇനി കാരണം അയാൾക്ക് P5ന് വിട്ടുകൊടുക്കും. കാരണം എന്താണ്?
P1-ൻ്റെ ബേസ്റ്റ് ടൈം 6 ആണ്, P5-ൻ്റെ ബേസ്റ്റ് ടൈം 4 ആണ്. വിച്ച് ഇസ് സ്മോളർ? P5. സോ P5-ന് വേണ്ടി വിട്ടുകൊടുക്കും. ഓക്കെ, P5-ന് വേണ്ടി ഇവിടെ വിട്ടുകൊടുക്കും. അപ്പോൾ P1 CPU റിലീസ് ചെയ്യുമ്പോൾ അത് P5-ന് കിട്ടും. അപ്പോൾ P5 5 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് വേറെ ആര് വരുന്നത്? വേറൊരു പ്രോസസ്സ് വരുന്നത്. ആര് വന്നു? ഞാൻ ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, ഇവിടെ 5 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് ആര് വന്നത്? P2 വരുന്നത്. അതിൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 2. അതിന് വിട്ടുകൊടുക്കാൻ കാരണം എന്താണ്? P5-ൻ്റെ ബേസ്റ്റ് ടൈം 4-ഉം P2-ൻ്റെ ബേസ്റ്റ് ടൈം 2. അപ്പോൾ ആർക്ക് വേണ്ടി വിട്ടുകൊടുക്കും? P2-ന് വേണ്ടി വിട്ടുകൊടുക്കും. അതാണ് P2 കയറുന്നത്. അപ്പോൾ ബേസ്റ്റ് ടൈം P2 കുറവായതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഫുള്ളും എക്സിക്യൂട്ട് ചെയ്യും. അതാണ് 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് 7 മില്ലി സെക്കൻഡ് ആയപ്പോൾ അയാൾ പുറത്തിറങ്ങി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ 7 മില്ലി സെക്കൻഡിനുള്ളിൽ ബാക്കി എല്ലാ പ്രോസസ്സും വന്നു. ഓക്കെ, 7 മില്ലി സെക്കൻഡ് ഇവിടെ എല്ലാ പ്രോസസ്സും വന്നു. ഓക്കെ, അപ്പം ഞാൻ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ ചെയ്തില്ല. P4 ഈ കേസിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ SJF അവിടെ നിൽക്കട്ടെ, ഞാൻ ഇപ്പോൾ SRTF ആദ്യം പറയാം. ഇവിടെ P1 ആണെങ്കിൽ P4 ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു, അയാൾ പുറത്തിറങ്ങി. ഇനി P1 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ട് പുറത്തിറങ്ങി. അപ്പം ബാക്കി ഇനി എത്രയുണ്ട്? 5 ഉണ്ട്. അതേപോലെ P5 1 മില്ലി സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പം 4 എന്നുള്ള 3 ആവും. ഇനി P2 എന്ത് ചെയ്തു? 2 മില്ലി സെക്കൻഡും കംപ്ലീറ്റ് ആയി. സോ അയാളും പുറത്തിറങ്ങും. ഇനി റിമൈനിങ് ഏതൊക്കെ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ? യെസ്, P1 ഉണ്ട്, P3 ഉണ്ട്, P5 ഉണ്ട്. ഓക്കെ, അപ്പോൾ 7 മില്ലി സെക്കൻഡിനാകുമ്പോഴത്തേക്കും എല്ലാ പ്രോസസ്സും എത്തിക്കഴിഞ്ഞു. ഇനി എന്തേ നോക്കത്തുള്ളൂ? ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സ് ഏതാണ്? ഷോർട്ടസ്റ്റ് ജോബുള്ള പ്രോസസ്സ് ഏതാണ്? 3 ആണോ, 8 ആണോ, 5 ആണോ? യെസ്, 3 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 3-നെ കയറ്റും. 3 എന്ത് ചെയ്യും? ഫുള്ളും എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഇനിയുള്ള പ്രോസസ്സെല്ലാം ഇതിനെക്കാട്ടി വലിയ ബേസ്റ്റ് ടൈം ഉള്ളതാണ്. സോ 3 ടൈം എക്സിക്യൂട്ട് ചെയ്ത് 10 ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. സോ P5-ഉം കംപ്ലീറ്റ് ആവും. ഇനി ആര് മാത്രമേ ഉള്ളൂ? P1-ഉം P3-യും. ഇനി P1-ഉം P3-യും നോക്കുമ്പോൾ ബേസ്റ്റ് ടൈം ആർക്കാണ് കുറവ്? P1-ൻ്റെത് 5-ഉം P3-ൻ്റെത് 8-ഉം. ആർക്കാണ് കുറവ്? യെസ്, P1-ന്. സോ P1-നെ കയറ്റും. 5 ബേസ്റ്റ് ടൈം, അതായത് 15 ആകുമ്പോൾ അയാൾ പുറത്തിറങ്ങും. ഇനി ആര് മാത്രമേ ഉള്ളൂ? P3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാളും കംപ്ലീറ്റ് ആവും. ഇനി ആര് മാത്രമേ ഉള്ളൂ? P3 മാത്രമേ ഉള്ളൂ. ഓക്കെ, P3-യുടെ ബേസ്റ്റ് ടൈം എത്രയാണ്? 8 ആണ്. സോ 5 + 8 13 ആകുമ്പോഴത്തേക്കും ഇയാളും പുറത്തിറങ്ങും. 15 + 8 23 ആകുമ്പോഴത്തേക്കും ഇയാൾ പുറത്തിറങ്ങും. അപ്പം SRTF-ൽ നിങ്ങൾക്ക് നോക്കും മനസ്സിലാകും, ഒരു പ്രോസസ്സ് തന്നെ ഇപ്പോൾ P1 തന്നെ P1 ഇത്രയും ആദ്യം 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് പിന്നെ ബാക്കിയുള്ള 5 മില്ലി സെക്കൻഡ് ഇവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടോട്ടൽ എത്ര? 1 + 5 6 വരും. അതേപോലെ ഇവിടെ P5 നോക്കിക്കേ, 1 മില്ലി സെക്കൻഡ് ഇവിടെ അയാൾ P5 നോക്കിക്കേ 1 മില്ലി സെക്കൻഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു. ഇനി ബാക്കി 3 മില്ലി സെക്കൻഡ് ഇവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ എത്രയാണ്? 4. പക്ഷേ ഇനി ഞാൻ SJF-ലോട്ട് വരുവാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി SJF പറയാണ്. 0 മില്ലി സെക്കൻഡിൽ ഇപ്പോൾ SJF-ൻ്റെ ഗാൺ ചാർട്ട് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഒരു പ്രോസസ്സ് അതിൻ്റെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ആവുന്നവരെ അത് നോക്കും. പിന്നീട് ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇവിടെ നോക്കിക്കേ, 0 അറൈവൽ ടൈമിൽ നമ്മുടെ പ്രോസസ്സ് P4 കയറി. അതിൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? ഞാൻ ഇതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്, റബ്ബ് ചെയ്യാണ്. P0 അറൈവൽ ടൈമിൽ P4 കയറി, അതിൻ്റെ ബേസ്റ്റ് ടൈം 3 ആണ്. 3 ആകുമ്പോൾ തന്നെ അയാൾ അവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അയാളുടെ കംപ്ലീഷൻ, അപ്പോൾ അയാളുടെ ബേസ്റ്റ് ടൈം ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടേ എന്ത് ചെയ്യുള്ളൂ? CPU-ന് റിലീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് ചെയ്യത്തില്ല? P1 ഒന്നും പിന്നെ ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പ്രോസസ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. കാരണം മറ്റുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കും. പിന്നെ 3 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കും വേറെ പ്രോസസ്സൊന്നും എത്തിയില്ല. 3 മില്ലി സെക്കൻഡിനുള്ളിൽ ഏതൊക്കെ പ്രോസസ്സ് എത്തി? ഇവിടെ പ്രോസസ്സ് 1 മില്ലി സെക്കൻഡ് ആയപ്പോൾ P3 എത്തി,
2 മില്ലി സെക്കൻഡ് ആയപ്പോൾ P1 എത്തി. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും എത്തി. ഇനി എന്ത് ചെയ്യും? ഈ രണ്ട് പ്രോസസ്സിൽ ഏറ്റവും ചെറുത് ഏതാ നോക്കും. 6 ആണോ 8 ആണോ? 6 ആണ്. സോ P1 അലോട്ട് ചെയ്യും. P1 കണ്ടോ 6 മില്ലി സെക്കൻഡ് തീരണ വരെ വേറെ ആർക്കും കൊടുക്കത്തില്ല. ഓക്കെ, അങ്ങനെ 9 മില്ലി സെക്കൻഡ് ആയപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്ത് അയാളും പുറത്ത് പോകും. ഇനി ആരൊക്കെയുള്ളൂ? P2, P3, P5. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവരെല്ലാം ഈ ഒരു അറൈവൽ ടൈമിൽ വന്നതാണ്. ഇനി നമുക്ക് എന്താ ബേസ്റ്റ് ടൈം മാത്രം നോക്കിയാൽ മതിയാകും. ഈ ഏറ്റവും കുറച്ച് ബേസ്റ്റ് മാർക്കാണ് P2 ആണോ, P2 ആണോ, P3 ആണോ, P5 ആണോ? യെസ്, P2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്ന, ഷോർട്ടസ്റ്റ് ഏറ്റവും ചെറിയ ബേസ്റ്റ് ടൈമുള്ള P2വിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്? അയാൾ വന്ന ടൈം കുറച്ച് ലേറ്റായിപ്പോയി. ഓക്കെ, അപ്പം ഇനി അടുത്ത ആരാണ്? P2വിനെ കയറ്റും. P2 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും പുറത്തിറങ്ങും. ഓക്കെ, അത് 11 ആകുമ്പോൾ പുറത്തിറങ്ങും. ഇനി ആരൊക്കെ ഉണ്ട്? P3യും P5ഉം ഉണ്ട്. അതിൽ ചെറുതാരാണ്? P5. അടുത്ത P5നെ കയറും. P5 4 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും. ഓക്കെ, 4 മില്ലി സെക്കൻഡ് മീൻസ് 15 മില്ലി സെക്കൻഡ് ആയപ്പോൾ അയാൾ പുറത്തിറങ്ങും. ഇനി അടുത്ത ആര് കയറും? ഇനി അടുത്ത ആര്? P3 മാത്രമേ ഉള്ളൂ. P3 എന്താണ്? 8 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അയാൾ പുറത്തിറങ്ങും. അപ്പോൾ ഈ അറൈവൽ ടൈം നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ അറൈവൽ ടൈം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയും ഏറ്റവും കുഞ്ഞു പ്രോസസ്സ് ആരാണ്? 2 ആണ്. 2വിനായിരിക്കും ആദ്യം കൊടുക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ആർക്കായിരിക്കും? 3ക്കായിരിക്കും കൊടുക്കുന്നത് അല്ലേ? അറൈവൽ ടൈം തന്നിട്ടില്ലേ നമുക്ക് പറയാം ആദ്യം P2ന് തന്നെ കൊടുക്കും. അതിനുശേഷം ആർക്ക് കൊടുക്കും? P3ക്ക് കൊടുക്കും. അതിനുശേഷം ആർക്ക് കൊടുക്കും? P5ന് കൊടുക്കും. അതിനുശേഷം ആർക്ക് കൊടുക്കും? P1 കൊടുക്കും. ലാസ്റ്റേ P3ന് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അറൈവൽ ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ അറൈവൽ ടൈമിനെ കൺസിഡർ ചെയ്തിട്ടേ നമ്മൾ എന്ത് വരയ്ക്കാവുള്ളൂ? ഗാൺ ചാർട്ട് വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഗാൺ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് കംപ്ലീഷൻ ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക. നമുക്ക് കമ്പാരിസൺ ഇതാണ്. SJFും SRTFും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ആ ഗാൺ ചാർട്ടിൽ നിന്ന് മനസ്സിലാകും. ഒരു പ്രോസസ്സ് കണ്ടോ, ഒരു പ്രോസസ്സ് ഒരു CPU-യിലോട്ട് കയറിയിട്ട് അയാളുടെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബാക്കിയുള്ള പ്രോസസ്സിന് വിട്ടുകൊടുക്കുന്നു. അതാണ് അതാണ് പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ SJF ആണെങ്കിലോ ഒരു പ്രോസസ്സിന് CPU-യിൽ കയറി പറ്റിയാൽ മതി, അയാളുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ബാക്കിയുള്ള പ്രോസസ്സിന് കൊടുക്കത്തുള്ളൂ. ഇവിടെ ഉണ്ടോ പ്രോസസ്സ് എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ കംപ്ലീഷൻ ടൈം നോക്കുമ്പം തെറ്റിപ്പോരുത്. കാരണം SJFിലാണെങ്കിൽ നമുക്ക് പറയാം റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഒരു പ്രോസസ്സിനാണ്. ഇവിടെ നോക്കിയാൽ P1ൻ്റെ ഇവിടെ കംപ്ലീഷൻ ടൈം 4, ഇവിടെ 4 കിടക്കുന്നു. പക്ഷെ അതല്ല എഴുതേണ്ടത്. കംപ്ലീഷൻ ടൈം എത്രയാണ് P1ൻ്റെ? 15. അത് തിരിഞ്ഞു പോവല്ലേ. പക്ഷേ SJFിലാണെങ്കിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം P5ൻ്റെ കംപ്ലീഷൻ ടൈം എത്രയെന്ന് പറയുമ്പോൾ എനിക്ക് 15 ആണെന്ന് പറയാം. ഓക്കെ, P5ൻ്റെ കംപ്ലീഷൻ ടൈം എനിക്ക് 15 ആണെന്ന് പറയാം. ബട്ട് SRTFിൽ P5ൻ്റെ കംപ്ലീഷൻ ടൈം 5 ആണോ 10 ആണോ എന്ന് ചോദിച്ചാൽ എന്താണ്? യെസ്, 10 ആണ്. ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു ക്ലാരിറ്റി ഒന്ന് കിട്ടിയിട്ട് വേണം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായി SJFും SRTFും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം.